ഇന്ന് നമുക്കിവിടെ കിട്ടിയേക്കുന്ന പഴയൊരു ഫ്ലൈക്യാമറ്റ് ടി വി ആണ്. ഏകദേശം 20 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഈ ഒരു ടി വി നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഈ രണ്ട് പിള്ളേർ നമുക്ക് കൊണ്ടുതന്നാണ്, സിദ്ധാർത്ഥും അഭിജിത്തും. അപ്പോൾ നിലവിലിപ്പം ഈ ഒരു ടി വി വർക്കിംഗ് അല്ല. അപ്പോൾ ഈ ഒരു ടി വി ഇനി വീണ്ടും എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കൊണ്ടുതന്നാണ് ആ രണ്ട് പിള്ളേർ. അതുപോലെ ഈ ഒരു ടി വി അവന്മാർ അഴിച്ച് നോക്കി ഇതിൻ്റെ ഉള്ളിലെ സ്പീക്കറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുതന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ടിവിയുടെ ബോർഡിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. അതുപോലെ തന്നെ ഈ ഒരു ടി വി വർക്ക് ചെയ്യാൻ 12 വോൾട്ട് സപ്ലൈ മതി. അപ്പോൾ 12 വോൾട്ട് അഡാപ്റ്ററോ അല്ലെങ്കിൽ ബാറ്ററി ഇട്ടോ ഉപയോഗിക്കാം. ഈ ടിവിയുടെ ഉള്ളിൽ തന്നെ ബാറ്ററി ഇടാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ. ഇനി ഇതിനകത്ത് AV ഇൻപുട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഇത് ടി വി ആയിട്ടും റേഡിയോ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ടി വി നമുക്കിവിടെ കൊണ്ടുതന്ന പിള്ളേർക്ക് ഇതിൻ്റെ ടി വി മാത്രം വർക്ക് ചെയ്ത് കിട്ടിയാൽ മതി. അമ്മമാർക്ക് ടി വി ആയിട്ട് ഉപയോഗിക്കാനാണെന്നാണ് പറഞ്ഞത്. അതുപോലെ ഈ ടിവിയുടെ മേളിൽ എന്തോ തുരുമ്പോളം ചാടിയ പോലത്തെ ഒരു പാടുണ്ട്. അതിലിങ്ങനെ പഴയ സാധനങ്ങൾക്ക് നമ്മൾ വീണ്ടും നന്നാക്കി എടുക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് റെഡി ആയി കിട്ടാറൊന്നുമില്ല. അതുപോലെ ചില സാധനങ്ങൾക്ക് നിസ്സാരമായ കംപ്ലൈൻറ്റുകളൊക്കെ ആയിരിക്കും കാണുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഈ ടിവിയുടെ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചൊരു കംപ്ലൈൻറ്റ് അതിൻ്റെ പവർ സ്വിച്ച് കംപ്ലൈൻറ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്വിച്ച് നമുക്ക് റെഡി ആക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും ബാക്കി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമേ ഒന്ന് എല്ലാം ഒന്ന് റഫായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുപോലെ നമ്മൾ എന്നും വീണ്ടും സിറ്റൗട്ട് ഇരുന്നായിരുന്നു വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ നേരെ വീണ്ടും മുമ്പിലുള്ള കണ്ടത്തിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളും. അതുപോലെ ഞാനിവിടെ ആദ്യമേ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോണിൻ്റെയും അതുപോലെ ലാപ്ടോപ്പ് ടിവിയുടെയൊക്കെ ഡിസ്പ്ലേ ഒക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ലിക്വിഡാണ്. അപ്പോൾ ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്തിട്ടും വലിയ കാര്യമായിട്ടൊന്നും ആ ഒരു തുരുമ്പ് വരളൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇതിൽ ഒട്ടിയിരിക്കുന്ന ഈ മെഴുകെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ സാധാരണ എന്നും ചെയ്യുന്ന പോലെ സോപ്പ് പൊടി ഇട്ട് തന്നെ ഒന്ന് കഴുകാൻ പോവുകയാണ്. അപ്പോൾ ടിവിയുടെ ബാക്ക് കവർ മാത്രമാണ് നമ്മൾ സോപ്പ് പൊടി ഇട്ട് കഴുകുന്നുള്ളൂ. ഫ്രണ്ടിൽ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതെല്ലാം ഈ ലിക്വിഡ് ഉപയോഗിച്ച് തന്നെ. അതുപോലെ ഈ ടിവിയുടെ ബാക്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് ബാറ്ററി ഇടാനുള്ള ഒരു സെറ്റപ്പ് കൂടി ഉണ്ടായിരുന്നു. അതുപോലെ പഴയ CRT TV കഴിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ അതിൻ്റെ ബോർഡിലൊന്നും കയറി തുടരുത്. കുറേ നാളായിട്ട് പ്ലഗിൽ കണക്ട് ചെയ്ത് ഓണാക്കാതിരിക്കുന്ന ടി വി ആണെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു കാര്യം പറയാൻ കാരണം CRT TV ഒക്കെ മിക്കവരും അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഷോക്കും കാര്യങ്ങളൊക്കെ അടിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ടിവിയുടെ പവർ കേബിൾ പ്ലഗ് ചെയ്യുന്ന ഊരിട്ട് കഴിഞ്ഞാൽ പിന്നെ ഷോക്ക് അടിക്കില്ല എന്നുള്ള ധാരണയിലാണ് കൂടുതൽ ആൾക്കാരും ബോർഡിലേക്ക് കയറി പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇതിൻ്റെ കപ്പാസിറ്ററും അതുപോലെ LOT ഒക്കെ ചാർജ് ആയിരിക്കും. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാവുള്ളൂ. അപ്പോൾ CRT ടൈപ്പ് TV അടിക്കുന്ന സമയത്ത് ആദ്യമേ ഡിസ്ചാർജ് ചെയ്യേണ്ടതിൻ്റെ LOT എന്നുള്ള ഒരു റെഡ് വണ്ണം കൂടിയൊരു വയർ കാണും. അത് ടിവിയുടെ ഗ്ലാസ്സിലെ ഒരു കപ്ലർ പോലെ സംഭവമായിരിക്കും. അപ്പോൾ അതാണ് ആദ്യമേ ഡിസ്ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് സേഫായിട്ട് ഡിസ്ചാർജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതുപോലെ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ബോർഡായിട്ട് കൂടിയും ഇപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ ഇതിനകത്തൊക്കെ ഉപയോഗിച്ച സാധനങ്ങൾ നല്ല ക്വാളിറ്റിയുള്ളതാണ്. അപ്പോൾ LOT ഡിസ്ചാർജ് ചെയ്യുന്നത് ഇതുപോലെ സ്ക്രൂ ഡ്രൈവറാണ് എടുത്തിട്ട് സ്ക്രൂ ഡ്രൈവറിൽ ചെറിയൊരു പീസ് വയർ ജോയിൻറ്റ് ചെയ്യും. ആ ജോയിൻറ്റ് ചെയ്യുന്ന വയർ നമ്മൾ ബോർഡിലോ അല്ലെങ്കിൽ ടിവിയുടെ ഈ ഒരു ഇതിൽ തന്നെ ചിലപ്പം എർത്ത് കണക്ട് ചെയ്യേണ്ടാവും. അപ്പോൾ അതിൽ കണക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ടിവിയിലെ ബോർഡിൽ ഹീറ്റ് സിങ്ക് കാണും. ഹീറ്റ് സിങ്കിൽ വയർ കണക്ട് ചെയ്താലും മതി. അത് കഴിഞ്ഞിട്ട് സ്ക്രൂ ഡ്രൈവർ നേരെ നമ്മൾ ഇതിൻ്റെ പിടിയിൽ മാത്രമാണ് പിടിക്കാവുള്ളൂ. എന്നിട്ട് നേരെ ടിവിയുടെ ഒരു കപ്ലറിൻ്റെ ഉള്ളിലേക്ക് തള്ളി കയറ്റി വിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് LOT ഡിസ്ചാർജ് ആയിക്കോളും. പിന്നെ നമുക്ക് സേഫായിട്ട് തൊടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ TV ബോർഡിലെ ഫിൽറ്റർ കപ്പാസിറ്റി ഡിസ്ചാർജ് ചെയ്യാനായിട്ടാണെങ്കിൽ ഫിലിമെൻ്റ് ടൈപ്പ് ബൾബ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഈ ഒരു ടിവിയുടെ മെയിനായിട്ടുള്ള പ്രശ്നം ഇതാണ്. ഓണും ഓഫും ചെയ്യുന്ന ഈ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ എൻഡ് ഭാഗം അടന്നു പോയേക്കുവാണ്. ഇതിൻ്റെ എൻഡ് ഭാഗം മാത്രമാണ് ഒടിഞ്ഞു പോയിട്ടുള്ളൂ. എങ്കിലും നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓണാക്കി വെച്ചിട്ടൊന്നും നിലവിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കാര്യമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കണം ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഓണാവാത്ത. അതുപോലെ ഈ ടിവിയുടെ ഉള്ളിലെ FM റേഡിയോ ബോർഡിൽ ഇതിൻ്റെ ഇയറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൽ കൊടുത്തേക്കുന്ന ഇയർ 2003 ആണ്. ഈ ഒരു ബോർഡിനൊക്കെ ഇത്രയും വർഷം പഴക്കം ഉണ്ടായിട്ട് കൂടിയും ഇപ്പോഴും കണ്ടാൽ നല്ല പുതിയ ബോർഡ് പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് ടിവിയുടെ ബാക്ക് കവർ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ച് കഴുകിയിട്ട് ഈ ഒരു തുരുമ്പിൻ്റെ അതൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ സോപ്പ് പൊടി ഇട്ടൊന്ന് കഴുകി നോക്കുവാണ്. അപ്പോൾ സോപ്പ് പൊടി ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ആക്കി എടുത്ത സമയത്ത് ഏകദേശം ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ പിങ്ക് നിറത്തിൽ കാണുന്ന പെയിൻറ്റ് പോലെ എന്തോ ആണ്, അത് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ കിട്ടിയേക്കുന്ന ഈ ഒരു ടിവിയുടെ പവർ സ്വിച്ചാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിന് 6 കാലാണ് ടോട്ടലായിട്ട് വരുന്നത് ഈ സ്വിച്ചിന്. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് കിട്ടാനും പാടാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്ന ഈ സ്വിച്ചിൻ്റെ അടിയിലെ കാല് നമ്മൾ ഷോർട്ട് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ സ്വിച്ചിൻ്റെ കണക്ഷൻ ത്രൂ ആയിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ 2 ചെറിയ പീസ് വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വയർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ട് ചെയ്ത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 വയറും സ്വിച്ചിൻ്റെ ആ ഒരു സെയിം കാലിൽ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കൊടുത്തിടത്തോളം വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് പവർ സപ്ലൈ ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. അതിന് മുമ്പായിട്ട് സ്പീക്കർ കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ടിവിയുടെ ഉള്ളിലിരുന്ന സ്പീക്കർ പിള്ളേർ അടിച്ചെടുത്തിരുന്നു. അപ്പോൾ അവിടെ ഒരു കണക്ടർ വേണം. ഇതുപോലത്തെ ഒരു കണക്ടറാണ് സ്പീക്കറിൻ്റെ അവിടെയും വരുന്നത്. അപ്പോൾ ആ ഒരു കണക്ടറോട് കൂടിയാണ് പിള്ളേർ അടിച്ചെടുത്തത്. അപ്പോൾ അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ വേറെ ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ DC ബാറ്ററിയിലേക്ക് പോകുന്ന ആ ഒരു പവർ സപ്ലൈയുടെ ആ ഒരു കണക്ടറാണ് ഒരു ഇതിലേക്ക് കുത്തിയേക്കുന്നത്. ഈ ഒരു വയറിലേക്ക് ഇനി സ്പീക്കർ കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് പവർ സപ്ലൈ കൂടി ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാം എന്താവുമെന്ന്. അപ്പോൾ നമ്മൾ ബോർഡിലേക്ക് സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ വേണ്ടി എടുത്തേക്കാൻ നമ്മൾ 12 വോൾട്ട് 2 ആംപിയറിൻ്റെ ഈ ഒരു അഡാപ്റ്ററാണ്. 12 വോൾട്ട് ബാറ്ററിയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ അഡാപ്റ്ററിലോ ഈ TV നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോർഡിൽ DC കണക്ടറിലേക്ക് നമ്മൾ ഈ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്താണ് ഇനി വർക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്പീക്കറും പവർ സപ്ലൈ എല്ലാം കണക്ട് ചെയ്യേണ്ടത് നമുക്കിത് ഓണാക്കി കൂടി നോക്കാം.
എന്തായാലും ടി വി ഓണായി വന്നിട്ടുണ്ട്. ഇനി പിക്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കിട്ടുമെന്ന് അറിയില്ല, എങ്കിലും ടി വി ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷം പഴക്കം ഉണ്ടായിട്ട് കൂടിയും ഈ ഒരു ടി വി നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്ത സമയത്ത് ഇത്രയെങ്കിലും ഓണായി വന്നത് തന്നെ വലിയ കാര്യമാണ്. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടുന്നതെല്ലാം ബാക്കി അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. സംഭവം എന്തായാലും ഓണായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടി വിയിലേക്ക് എന്തെങ്കിലും ഒരു വീഡിയോയും അതുപോലെ തന്നെ ഓഡിയോയും കൂടി കണക്ട് ചെയ്ത് നോക്കണം, അതും കൂടി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാം. ഈ ഗെയിംസ് പോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയാൻ പറ്റില്ല, സാധനം ഓണായെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ടി വിയിൽ വീഡിയോ കൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു AV പ്ലെയറാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു AV പ്ലെയർ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത്, സാധാരണ കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ ഓഡിയോ മാത്രമുള്ള ബോർഡാണ് കണ്ടിട്ടുള്ളത്, വീഡിയോയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ബോർഡ് അധികാരം കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ 2017 മേടിച്ചതാണ്. അന്ന് ഈ ഒരു ബോർഡ് വാങ്ങുന്ന സമയത്ത് 600 രൂപയാണ് ആയത്. അപ്പോൾ ഇതുപോലത്തെ AV പ്ലെയർ പാനൽ വാങ്ങുവാണെങ്കിൽ നമുക്ക് സാധാരണ ടി വിയിൽ നമുക്ക് പെൻ ഡ്രൈവ് മെമ്മറി കാർഡ് കണക്ട് ചെയ്ത് നമുക്ക് ടി വി വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ AV പ്ലെയറിൻ്റെ ഔട്ട് നമ്മൾ ഈ ഒരു ടി വിയുടെ ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓഡിയോ വീഡിയോ എല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മൾ കാണിച്ച ആ AV പ്ലെയറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കിയ സമയത്ത് പിക്ചറും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. AV പ്ലെയറിൽ നമ്മളിപ്പോൾ FM റേഡിയോ മോഡാണ് കിടക്കുന്നത്, അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. സൗണ്ടും ഓക്കെയാണ്, സൗണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷം പഴക്കം ഉണ്ടായിട്ട് കൂടിയും ഈ ടി വി ഇപ്പോഴും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചെറിയ നിസ്സാരമായൊരു കംപ്ലയിൻ്റ് ആയിരുന്നുള്ളൂ, ഇതിൻ്റെ പവർ സ്വിച്ച് കംപ്ലയിൻ്റ്. ഇത് ഇത്രയും വർഷം കംപ്ലയിൻ്റ് ആകാതിരുന്നതിൻ്റെ 2 കാരണങ്ങളാണ്. ഒന്ന്, ഇത് DC ഉപകരണമാണ്, അതായത് 12 വോൾട്ട് സപ്ലൈ കൊടുത്തോ അല്ലെങ്കിൽ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം കംപ്ലയിൻറ്റ് കുറവായിരിക്കും. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഒറിജിനലായിരിക്കും, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയും വർഷം പഴക്കം ഉണ്ടായിട്ട് കൂടിയും ഈ ടി വി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ടി വിയുടെ പവർ സ്വിച്ച് മാത്രമായിരുന്നു കംപ്ലയിൻ്റ് ആയിട്ടുള്ളൂ. അതുപോലെ നമുക്ക് ഈ ടി വി തന്ന പിള്ളേർക്ക് ഇതിന് ടി വി മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ മതി പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ സ്വിച്ച് മാറാതെ നമ്മൾ ആ ഒരു കംപ്ലയിൻ്റ് ആയി സ്വിച്ചിൻ്റെ അവിടെ 2 വയർ സോൾവ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിതെന്നെല്ലാം ഫുള്ളായിട്ടൊന്ന് അടച്ച് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ സ്പീക്കറിൻ്റെ ആ ഒരു വയർ നമ്മൾ അടിക്കടെ പുറത്തേക്ക് എടുത്തിട്ടേക്കുവാണ്. അതുപോലെ ഈ ടി വിയിലെ റേഡിയോ ബോർഡ് കൂടി നമ്മൾ വർക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഭയങ്കര നോയ്സും കാര്യങ്ങളൊക്കെയാണ്, സിഗ്നലോ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ടി വി കറക്റ്റ് സ്ക്രൂ എല്ലായിട്ട് കറക്റ്റായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്പീക്കറിൻ്റെ വയർ നമ്മൾ പുറത്തേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിള്ളേർക്ക് ഇനി വീട്ടിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ നേരെ അതിലേക്ക് സ്പീക്കർ കണക്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. വീണ്ടും ഇനി ടി വി അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഇങ്ങനെ ഒരുപാട് പിള്ളേർ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംശയം ചോദിക്കാനും അതുപോലെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആയ സാധനങ്ങളൊക്കെ പിള്ളേർക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് ആക്കിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പിള്ളേർ ഇഷ്ടംപോലെ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും വീഡിയോ എടുക്കാറില്ല. അങ്ങനെ ഇത്രയും വർഷം പഴക്കമുള്ള ടി വി നമ്മുടെ കിട്ടിയ സമയത്ത് എനിക്കും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വർക്ക് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കി അങ്ങനെ എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് പൈസയോ കാര്യങ്ങളൊന്നും മേടിക്കാറുമില്ല. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു, 12 വോൾട്ട് ബാറ്ററി മാത്രം ഉപയോഗിച്ച് ഇൻവെർട്ടർ ഒന്നുമില്ല അത് ടി വി വർക്ക് ചെയ്യിക്കാൻ പറ്റുമെന്ന്. അതായത് ചെറിയൊരു ബാറ്ററി മാത്രം ഉപയോഗിച്ച് ടി വി വർക്ക് ചെയ്യിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളത് വർക്ക് ചെയ്ത് കാണിക്കാം. അതുപോലെ നമ്മളിപ്പോൾ സെറ്റാക്കി എടുത്തേക്കുന്ന ഈ ടി വിയിൽ ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്ത് കാണിക്കാം. അതുപോലെ നമ്മൾ ഈ ടി വിയുടെ ഓഡിയോ കേൾപ്പിക്കാതെ വേറെ ഒന്നും കൊണ്ടല്ല, കംപ്ലയിൻ്റ് ആയതുകൊണ്ടല്ല, നമുക്ക് വേറെ പാട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ അങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റില്ല, കോപ്പി റൈറ്റ് കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ തന്നെ എടുത്താണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ഒരുപാട് പേര് നമ്മളോട് കമൻറ്റായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ. അപ്പോൾ ഇലക്ട്രോണിക്സ് ആയിട്ട് അറിയാവുന്നവരും അറിയില്ലാത്തവർക്കും ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടി വി കൊണ്ടാനായിട്ട് പിള്ളേർ വന്നിട്ടുണ്ട്, അപ്പോൾ അമ്മമാരെ വർക്ക് ചെയ്ച്ചും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ഹാപ്പി, ഞാൻ ഹാപ്പി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.